ബ്രേക്ക് ഒന്ന് പതുക്കെ ഫോട്ടോ വിട്ടോളൂ. ബസ് കയറി വന്ന് വീശി വളഞ്ഞു പോകുമ്പോഴേ ബസ്സിന്റെ ബാക്ക് സൈഡും കൂടെ നീ നോക്കണം. ആ സമയത്ത് നമ്മൾ കയറ്റി നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡ് വന്ന് നമ്മുടെ വണ്ടിയിൽ എന്ത് ചെയ്യും, തട്ടും. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇച്ചിരി വേഗത കുറയ്ക്കാൻ പറഞ്ഞത്, മനസ്സിലായോ? അപ്പോൾ വലിയ വാഹനങ്ങൾ എപ്പോൾ കയറി വന്നാലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത്, കുറച്ചധികം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഒന്ന് ചവിട്ടി നിർത്തി കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അത് വളഞ്ഞ് കയറി വരാൻ അത്രയും സ്പേസ് എടുക്കുന്നില്ല. വളഞ്ഞ ഫ്രണ്ട് ഇങ്ങോട്ട് മാറുമ്പോൾ ബാക്കും അതേപോലെ ഇവിടെ വരും, ആ സൈഡ് വരും. അതുകൊണ്ടാണ് ഇച്ചിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചവിട്ടി നിർത്തി കൊടുക്കുന്നത്. വലിയ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് കയറി വരുമ്പോൾ അല്ലെങ്കിൽ വളവിൽ കയറി വരുമ്പോഴേക്കും ബ്രേക്ക് പതുക്കെ രണ്ട് സൈഡും നോക്കണം. ബ്രേക്കിന് തൊട്ട് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഇടിയുണ്ടായത് കളക്ടറേറ്റിൽ. ഇത് ആ വാഹനം ദേ കിടക്കുന്നത്, കാണിച്ചുതരാം. രണ്ടെണ്ണം വിട്ടുവിടും ഓട്ടെ. രണ്ട് കാറും അവിടെ കിടക്കും. ആ കാറുകാരന് ഇച്ചിരി ശ്രദ്ധ കുറവുണ്ടെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. പെട്ടെന്നായിരുന്നു കയറി വന്നത്. ഒരു ജംഗ്ഷനല്ല, രണ്ടുപേരും ഇച്ചിരി സ്പീഡായിരുന്നു. എൻ്റെ ഐഡിയ ഒരു ജംഗ്ഷനിലേക്ക് വരുമ്പോൾ വേഗത കുറച്ച് ഇരു സൈഡ് നോക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്, മനസ്സിലായ? പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ.